ആദ്യകൂടെ ഹായ് പറ. ഹലോ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തേ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് അല്ലേ. കുറേ നാളായി ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിച്ചിട്ട്. അപ്പം ഇന്ന് അങ്ങനെ സംസാരിക്കാനൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ആദൂസാണ് ഉള്ളത്. അപ്പോൾ ആദ്യക്കുട്ടനെ ഞാനും കൂടെ ഇന്ന് എന്താ ആദ്യക്കുട്ട കാണിച്ചു കൊടുക്കാൻ പോണേ? ഒരു ഗിഫ്റ്റ്. ഇതാരെന്നതാ? അപ്പോൾ അതുകൂടെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ ആരും തന്നല്ല കേട്ടോ, അബിയേട്ട എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തന്നതാണ്. സംഭവം ഒരു ദിവസം ലേറ്റായി പോയി എത്താനായിട്ട്. അതാണ് വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് കാണിക്കാൻ പറ്റാതിരുന്നത്. വെഡ്ഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 3-ാം തീയതി ആയിരുന്നു. ഇത് സെപ്റ്റംബർ 4-ാം തീയതിയാണ് നമ്മുടെ കയ്യിലെത്തിയത്. അങ്ങനെ ഒരു ദിവസം ലേറ്റായി പോയി. പക്ഷെ അന്ന് രാവിലെ അബിയേട്ട പോവുകയും ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് ഇതെനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ആദ്യക്കുട്ടനും കൂടെ എൻ്റെ അടുത്തൊരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കിട്ടിയ സംഭവമാണ്. എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനം എന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് എന്തായാലും അത് നോക്കി വെക്കാം അല്ലേ അതുകുട്ട? അതുകുട്ട അത് കൊണ്ടുവന്നതുപോലെ ഇങ്ങനെ അത് പൊട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. നിൽക്കേ കുഞ്ഞൊന്ന് പറഞ്ഞു വിട്ടെ. സമ്മതിക്കുന്നില്ല, അവന് അപ്പം പോലെ പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് വൈകിക്കണ്ടല്ലേ. അതുകുട്ടം പൊട്ടിക്കോ? അതുകുട്ട പൊട്ടിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. നിൽക്കി ഒരു സെക്കൻഡ് കുഞ്ഞ് കാണിച്ചു കൊടുക്കട്ടെ എന്താന്ന്. ഓക്കെ, അപ്പോൾ ആദൂസേ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് പോവാട്ടോ. പറ്റോ ആദൂസേ? പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കുഞ്ഞ് പൊട്ടിച്ചേരാട്ടോ. എന്തായാലും ആദൂസ് തന്നെ പൊട്ടിക്കട്ടെ. എൻ്റെ കുറച്ച് ദിവസത്തെ ആഗ്രഹം ഇതെന്താണെന്നറിയണം. എന്നിട്ട് ഞാൻ എടുക്കും. നമുക്ക് കൊച്ചിനോട് പറയാം. വന്നതുപോലെ ചോദിക്കുക, കൊച്ചി ഇതെന്ത് ഗിഫ്റ്റ് അയച്ചേന്ന്. എന്തായാലും എനിക്കറിയില്ല, ഉപകാരമുള്ള സാധനമെന്നാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള സാധനമെന്ന് പറഞ്ഞു. അപ്പം നോക്കി നോക്കാം അല്ലേ. പതിയെ പറ്റുന്നില്ല. പതിയെ കീറ്. പതിയെ പുറത്തെ ബേസ്ബോർഡ് മാത്രം കീറ്. അത് കുട്ടൻ്റെ കൊടുത്തത് അബദ്ധമായോ? പതിയെ അത് അകത്തെ ബേസ്ബോർഡ് കീറരുതേ. ഓരോന്നായിട്ട് കാണിക്കണം. എന്തുവാ സംഭവം? എന്തായിരിക്കും ആദൂസേ? ഒരു പിടിയും കിട്ടുന്നില്ല. ഫോൺ ഇത്രയും നീളത്തില്ല ആദൂസാ? കമ്പ് പോലെ. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എനിക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും അബിയുടെ അടുത്ത് പറയാതെ പറയുന്നൊരു സംഭവം കേട്ടോ. ചിലപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കാം എന്തായാലും. ഇന്നെങ്ങനെ നടക്കുമോ? പതിയെ വലിച്ചേറ്. ഞാൻ പാറൂസിനെയൊക്കെ വെച്ച് ഒരു വീഡിയോ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പാറൂസിനെ, ആദ്യക്കുട്ടനെ, ആൽവിക്കുട്ടനെയൊക്കെ. അപ്പോൾ അവരെല്ലാവരും ഉറക്കമായി. ഞാനും ആദ്യക്കുട്ടനും മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ അൺബോക്സിങ്. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. ആദ്യക്കുട്ടനെ എന്തോ ആദ്യക്കുട്ട? ഫോൺ സ്റ്റാൻഡ്. ആദ്യക്കുട്ട സസ്പെൻസ് പൊളിച്ചു. എന്തായാലും നോക്കല്ലേ എങ്ങനെയുണ്ടെന്നോ. നിൽക്കി ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കേട്ടെ ആദ്യക്കുട്ടനെ. ഇത് എടുക്കടാ, അത് ഫുള്ളായിട്ട് എടുക്ക്. നിൽക്കി ഒരു സെക്കൻഡ്. പതുക്കെ. ഒരാൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തതിൻ്റെ പാട് കണ്ടോ. അപ്പം നിൽക്കി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. സംഭവം ഇതാട്ടോ. ഒരു ട്രൈപോഡാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കിത് ഏറ്റവും ഉപകാരമുള്ള സാധനം തന്നെയാണല്ലേ ആസേ? ഓക്കെ, ഇനിയിപ്പോൾ വീഡിയോ എടുക്കാം. അപ്പം ആദ്യക്കുട്ടൻ എന്തിനാ ഇത്? മിടുക്കൻ. ഓൺലൈൻ ക്ലാസ്സിനവന്. അപ്പോൾ നിൽക്കുമോനെ കാണിച്ചു കൊടുക്കാം ഓരോന്നായിട്ട്. ഒരു ബാഗിലാട്ടോ വന്നിട്ടുള്ളത്. നോക്കാം എങ്ങനെയുണ്ട്. ഫ്ലിപ്കാർട്ടിലെ സംഭവം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, മൊബൈൽ സ്റ്റാൻഡ്. ഇല്ല. അപ്പോൾ നമ്മുടെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അടുത്ത ഗിഫ്റ്റ് ഇതാട്ടോ. ഒരു ട്രൈപോഡ്, പിന്നെ ഒരു മൊബൈൽ സ്റ്റാൻഡുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇതിനി എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ ദിവസേ? ദിവസത്തെ അത് നിവർത്തി കൊള്ളാമോ അതുകൂട്ട? നിൽക്കി. അപ്പോൾ ഇതാട്ടോ ഗിഫ്റ്റ്. സംഭവം കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ബാക്കി ഇനി എങ്ങനെയൊക്കെയെന്ന് നോക്കാം. ഇതൊക്കെ ഒന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞൊന്ന് ശരിയാക്കാം. ആദ്യക്കുട്ട അടുത്ത ഫോണൊന്ന് പിടിച്ചു തരുമോ? നേരെ പിടിക്കുമോ ഷേക്ക് ചെയ്താ? ഓക്കെ. അപ്പോൾ ആദ്യക്കുട്ടനാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ കൂടെ അല്ലേ ആദ്യക്കുട്ട? അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ ഷേക്ക് ആവാതെ അടിപൊളിയായിട്ട് എടുത്തോട്ടോ. അപ്പം ഞാൻ ഒന്ന് നിവർത്തി നോക്കട്ടെ. കാരണം എനിക്കറിയാം.
ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഇനി ഇതിൻ്റെ പരിപാടികൾ. എനിക്ക് മനസ്സിലായി. എന്തോ അത് കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ അത് കയറ്റി കേട്ടോ. അതിങ്ങനെ നമുക്ക് തിരിച്ചിട്ട് ഇങ്ങനെ ഹൈറ്റ് കൂട്ടാം. അത് അതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. ചിലപ്പോൾ ഇത് വേറെ പരിപാടി എന്തെങ്കിലും കാണും. നോക്കാം, നമുക്കറിയാനുള്ള രീതിയിൽ നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഇനി ഒരു സ്ക്രൂ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺ വെക്കേണ്ട സ്റ്റാൻഡ് ഇതാണ്ട്, അത് ഇതുണ്ടല്ലോ, ഇതിലേക്ക് ഇതിങ്ങനെ തിരിച്ച് വെക്കണം. അതേ നമ്മൾ ഇത്രയും ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡൊക്കെ വെച്ചു, എനിക്കറിയാന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആദ്യക്കുട്ടൻ വന്നിട്ട് ആദ്യക്കുട്ടൻ ബാക്കി ചെയ്യാമെന്നോ പറയണം, ആദ്യക്കുട്ടനെ ചെയ്യണമെന്ന്. അപ്പം ആദ്യക്കുട്ടൻ ചെയ്യട്ടെ, ഞാൻ എന്തായാലും ക്യാമറ പിടിക്കാം. അപ്പം ഇനി വാ. അപ്പോൾ ആദ്യക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്, ബാക്കി ചെയ്യോ ആദ്യക്കുട്ടാ? ചെയ്തോ, കാണിച്ചോ, എങ്ങനെയാന്ന് കൂടെ പറഞ്ഞു കൊടുക്ക്. ഇത് ആദ്യം ലോക്ക് തുറക്കണം. അവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നമുക്ക് ഹൈറ്റ് കൂട്ടാം. ഹൈറ്റ് കൂട്ടി അവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നിൽക്കേ, കുഞ്ഞു കാണിച്ചോടും. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇത്രയും ഹൈറ്റിലെടുക്കാം അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലേ ലോക്ക്, അടുത്ത സൈഡും കൂടെ ഒരുമിച്ച് മാറ്റും. ഞാനും കൂടെ അതുകൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. ഇത് ഇങ്ങനത്തെ ക്ലിപ്പാട്ടോ, നിങ്ങൾ മോനെ കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനത്തെ ക്ലിപ്പ് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ആയിട്ടുണ്ട്. നിക്ക് കാണിച്ചു കൊടുക്കട്ടാ. അപ്പം എന്ത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ടല്ലേ. ഇതാണ് ഏറ്റവും അപ്പം എന്തേ അതും ലോക്ക് ചെയ്തിട്ടുണ്ടോ. അത് ഫുൾ ഹൈറ്റ് ആയാണ്. അത് മറ്റത് ഫുൾ ഹൈറ്റ് ആയില്ല. അത് അപ്പുറത്ത് ഇവിടെ ലോക്ക് മാറ്റിയിട്ട് ഉണ്ടോ, ഇനി ഉണ്ടായിരുന്നു ഹൈറ്റ്. എല്ലാത്തിലും ഒന്ന് നോക്കി നോക്ക്. അതെയേ പോരുത്, ആദ്യക്കുട്ടൻ മാത്രമാണ് ഉത്തരവാദി. അപ്പം നമ്മുടെ ട്രൈപോഡ് ഇതേ കൊള്ളാട്ടോ സംഭവം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അബേൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് ഈ വീഡിയോ തന്നെ പറയുന്നതാണ്. അപ്പം നമുക്ക് കൊച്ചിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് പറയാമല്ലോ. എനിക്കറിയില്ല, അബേട്ട് ഓർഡർ ചെയ്ത് എല്ലാം സെറ്റാക്കിയ സംഭവം കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചിട്ട് പറയാം. ആദ്യക്കുട്ടൻ്റെ എത്ര ഹൈറ്റ് ഉണ്ട് ആദ്യക്കുട്ട? കൊള്ളാമോ? അപ്പോൾ ആദ്യക്കുട്ട ഇപ്പോഴേ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യക്കുട്ടൻ്റെ ക്ലാസ്സിന് കൊടുക്കണോ? അപ്പോൾ ഈ സംഭവം ഞാൻ ചോദിച്ചപ്പോൾ അലുമിനിയത്തിൻ്റെ മെറ്റീരിയൽ ആട്ടോ ഇത്. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു മീൻസ് വേറെ മിസ്റ്റേക്കൊന്നുമില്ല, കൊള്ളാം. നല്ലൊരു ട്രൈപോഡ് സ്റ്റാൻഡാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാൻഡാണ് അല്ലേ ദിവസം. നീ അടുത്തോട്ട് വന്നിരിക്കേ പറയട്ടെ. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 299 രൂപ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഓഫർ റേറ്റിന് കിട്ടിയതാണ്. പിന്നെ എന്താ, നല്ലൊരു സ്റ്റാൻഡല്ലേ ആദ്യക്കുട്ട. എന്തായാലും എനിക്ക് ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ അടുത്ത ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ഈ ട്രൈപോഡാട്ടോ. അപ്പോൾ അതേ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പോൾ ആ ഒരു ഗിഫ്റ്റും നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ആദ്യക്കുട്ട. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഷേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു പരാതി ഇനി നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.